ഹലോ, ഐ എം ഫഹീം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രില്യനിലെ വിക്ടറിഡേനെ കുറിച്ച് പറയാനാണ്. നമ്മളൊക്കെ ഭയങ്കര എക്സ്പെക്റ്റഡ് സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം കയറിയപ്പോൾ മുതലേ ഇങ്ങനെ കേൾക്കുന്നതാണ് ബ്രില്യനിലെ വിക്ടറിഡേക്ക് കാണാം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആദ്യം മുതലേ നമ്മളിങ്ങനെ കേട്ട് വരുന്നതാണ്. പ്രൊഫസേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വരെ നമ്മോട് ഇങ്ങനെ പറയുന്നതാണ്. അപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ വരെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോരുമ്പോഴൊക്കെ നമ്മൾ വിക്ടറിഡേക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ബ്രില്യനിലെ വിക്ടറി. അതും 2000-ഓളം കുട്ടികളും അതുപോലെ പേരൻസും എല്ലാവരും പാടി ഉള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഭയങ്കര ജനക്കൂട്ടാണ്. നമ്മൾ ഓഡിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രങ്ങാനും ഓഡിയൻസിനൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ബ്രില്യനിലെ വിക്ടറി, അതും മെഡിക്കൽ മാത്രം. പിന്നെ പറയേണ്ടത്, ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം ഈ വിക്ടറിയുടെ തന്നെയാണ്. കാരണം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. അപ്പോ അങ്ങനെ ഫാമിലി മൊത്തമായപ്പോ ഇങ്ങനെ നമ്മള് കറങ്ങാനൊക്കെ പോയി, അങ്ങനെ കുറച്ച് ബിസി ആയി. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ കഴിയാഞ്ഞത്. പിന്നെ ഇങ്ങനെ എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്റെ ഇൻസ്റ്റ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ബ്രില്യനിലെ വിക്ടറിയുടെ പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പം പറഞ്ഞാൽ പോലും നമുക്ക് തീരില്ല. അത്രകാലം ഭയങ്കര ഭയങ്കര ഫീലാണ് നമുക്ക് തരുന്നത്. ഇപ്പോ നമ്മള് പരിപാടിയാണെങ്കിലൊക്കെ ഭയങ്കര ഹെവി ഡാൻസും DJയും ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാരും MP MLA അങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ട് പരിപാടിക്ക്. എനിക്ക് സമ്മാനം തന്നത് MP ബെന്നിയാണ്. പിന്നെ പറയേണ്ടത്, സീറ്റൊക്കെ എനിക്ക് ഫസ്റ്റ് റോയിൽ തന്നെ സീറ്റ് കിട്ടി. അതുപോലെ തന്നെ എൻ്റെ പേരൻസിനും പ്രത്യേകം പാരൻസ് ഓഫ് ഫഹീം പി എന്നൊക്കെ പറഞ്ഞ സീറ്റ് കിട്ടിയപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മളെ സ്റ്റേജിലേക്ക് കയറ്റി, പാരൻസിനെയും എല്ലാവരും സ്റ്റേജിലേക്ക് കയറ്റി ഗോൾഡ് മെഡലും എല്ലാം ഇട്ട് തന്നപ്പോൾ ഞാൻ മാത്രമല്ല പ്രൗഡായത്, എൻ്റെ ഫാമിലി അടക്കം പ്രൗഡ് മൊമെന്റ് ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ പറയേണ്ടത്, എൻ്റെ ഇത് കിട്ടിയത് ഗോൾഡ് മെഡലാണ്. ഒന്ന് ഗോൾഡ് മെഡൽ പറയുമ്പോൾ ഇതാണ് ഗോൾഡ് മെഡൽ, ഇതാണ് ശരിക്കും ഗോൾഡ്. ഇത് സാധാ മെഡൽ തന്നെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മുതലേ ഭയങ്കര ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം തുടക്കം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഗോൾഡ് മെഡൽ കിട്ടണം. എല്ലാവർക്കും അറിയാം, ചെയ്യാം, എൻ്റെ കൂടെ ഉള്ളത് നടക്കുന്ന എല്ലാവർക്കും അറിയാം ഗോൾഡ് മെഡൽ എനിക്ക് ഭയങ്കര ആവശ്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. പിന്നെ എല്ലാവരും കിട്ടിയപ്പം പറഞ്ഞു ചെയ്തു എന്നോട്, ഗോൾഡ് മെഡൽ കിട്ടില്ല, ചെലവ് വേണം, ആ രീതിയിലായിരുന്നു എല്ലാവരും സംസാരിച്ചതും അവിടുന്ന് വിക്ടറിയുടെ തന്നെ അന്ന്. പിന്നെ അത് ഭയങ്കര എനിക്ക് ഇതുവരെ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു 5-6 വട്ടെങ്കിലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ മിസ്സായിട്ടുണ്ട് ഇങ്ങനെ ഗോൾഡ് മെഡൽ. ഒരു ക്വസ്റ്റ്യൻ റെഡി ആയ ഗോൾഡ് മെഡൽ കിട്ടുന്നുള്ള സ്റ്റേജ് ഒരു 5-6 വട്ടെങ്കിലും എനിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇതാണ് ആദ്യത്തെ എൻ്റെ ഗോൾഡ് മെഡൽ. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോ പാരന്റ്സ് ആണെങ്കിലൊക്കെ പറഞ്ഞു, ഇത് ആദ്യമായിട്ടാണ് ഞാനും ഇത് കാണുന്നതൊക്കെ പാരന്റ്സ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു. പിന്നെ കിട്ടിയത് ക്യാഷ് പ്രൈസ് ആണ്. ക്യാഷ് പ്രൈസിന്റെ ഈ വലിയൊരു ബോർഡ് നമ്മൾ ചെറുപ്പം മുതലേ TV-ലൊക്കെ ഇങ്ങനെ കാണുന്നതാണ്. ഈ ഒരു ബോർഡിൽ ഫ്ലാറ്റും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളാരോ ആ ഒരു ഫീല് ഉണ്ട്. പിന്നെ പറയേണ്ടത്, ഇങ്ങനെ നമ്മൾ ഈ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇട്ടപ്പോൾ കുറെ ആൾക്കാര് DM-ലൊക്കെ വന്ന് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് പറയേണ്ടത് പറഞ്ഞാല്, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് കിട്ടും. ഇത് നീറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിക്കും മേലുള്ള സംഭവം തന്നെ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ നീറ്റിന് തന്നെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ എഴുതുക. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ നോക്കണം. ആ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ പറയേണ്ടത്, 20 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന, 10 ലക്ഷത്തോളം കുട്ടികൾ മരണപ്പെടുത്തം പറ്റിച്ച് എഴുതുന്ന ഒരു എക്സാമാണ് നീറ്റ്. അതിൽ കുറച്ച് സീറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കുന്നത് വലിയ തെറ്റൊന്നുമില്ല. നമ്മളെ ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കയറുമ്പോഴുള്ള ഫീലും ഇപ്പോഴുള്ള ഈ വിക്ടറിയുടെ കഴിഞ്ഞിട്ടുള്ള ഫീലും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാനൊക്കെ കയറിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സിസ്റ്ററിൻ്റെയും ബ്രദറിനും കൂടെ ആയിരുന്നു ഞാൻ ചേരാൻ വന്നത് D-ബ്ലോക്കിൽ. അപ്പം D-ബ്ലോക്കിൽ ഇങ്ങനെ മുന്നിൽ തന്നെ വലിയ വലിയ പോസ്റ്ററുകളൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഞാനൊക്കെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത കൊല്ലം ഞാനുണ്ടാവും ഈ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ വിക്ടറിയിലേക്ക് പോയപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര ഫീലായിരുന്നു. ആ ഒരു മൊമെന്റ് ഒക്കെ ആയിരുന്നു ഞാൻ ഓർത്തത്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആ ഒരു ഫീലാണ് ഇപ്പം. പണ്ട് ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ മാനേജ് ചെയ്തിട്ട് തന്നെ പഠിക്കുമ്പോഴൊക്കെ ആ സൈഡാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ആ ഒരു ടെൻഷനും പേടിയോട് കൂടിയാണ് നമ്മൾ അവിടെ ചേരാൻ പോയതും ഒക്കെ ഞാൻ ഓർക്കുന്നു. അപ്പൊ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യം തന്നെ നമ്മൾ എല്ലാം റെഡി ആയിക്കൊള്ളാം എന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് നീറ്റ് എക്സാം ആകുമ്പോൾ നമ്മൾ എല്ലാം ക്ലിയർ ആയി
ഓൾ ക്ലിയർ ആയിട്ട് നമ്മൾ റാങ്ക് ഏറ്റവും ടോപ്പിലേക്ക് എത്തുക എന്നുള്ള ഒരു മൈൻഡിലൂടെ നമുക്ക് എത്തണം. ഞാനൊക്കെ ഗോൾഡ് മെഡൽ കുറെ ആഗ്രഹിച്ചതാണ് അവിടുത്തെ മോഡൽ എക്സാമിനൊക്കെ. പക്ഷേ നീറ്റ് എക്സാമിനാണ് എനിക്ക് കിട്ടിയത്. അത് ഒരു കൊല്ലം കണ്ടിന്യൂസ്ലി തളരാതെ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നീറ്റ് എക്സാം ആയപ്പോഴാണ് കിട്ടിയത്. അപ്പൊ അതുപോലെ തന്നെ തളരാതെ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങൾക്ക് തന്നെ എത്തും. പിന്നെ ഗുഡ് ലക്ക്.